സ്വാഗതം കട്ടൻ റേറ്റിലേക്ക്. തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഇത്രയധികം വെപ്രാളപ്പെടുന്ന ഒരു സർക്കാർ ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഭരണം പോകാതിരിക്കാനായി കളിക്കാത്ത കളിയും പയറ്റാത്ത അടവുമില്ല. പക്ഷേ അടവുകൾ ഓരോന്നോരോന്നായി പിഴയ്ക്കുകയാണ് എന്ന് മാത്രം. പിണറായി PR ആയി മാറിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് തൊട്ടേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. PR വേണ്ടി കോടികൾ ചിലവഴിക്കാനും മിസ്റ്റർ പിണറായി ഇപ്പോൾ തയ്യാറാണ്. ഓരോ വ്യക്തിയെയും എങ്ങനെ സർക്കാരിന്റെ ഫ്രെയിമിനുള്ളിലേക്ക് ആവാഹിക്കാം എന്നതിന്റെ ഇപ്പോഴത്തെ പുതിയ ഉദാഹരണമാണ് ഡാറ്റ ശേഖരണം, പുതിയ തന്ത്രം അഥവാ പിണറായി PR. എന്നാൽ ജനങ്ങളുടെ മൗലികാവകാശത്തിന് പുല്ലുവില കൽപ്പിച്ച് സർക്കാർ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തം ഹൈക്കോടതി ചെവിക്ക് പിടിച്ച് പുറത്തിട്ടതോടെയാണ് സർക്കാരിന് പിഴച്ചത്. ഓരോ വ്യക്തിയുടെയും പക്കൽ പോയി സർക്കാരിന്റെ കേമത്തങ്ങൾ എണ്ണിപ്പറയാൻ പറ്റില്ലല്ലോ. അത് നടപടിയാകുന്ന കേസുമല്ല. അതിന് വഴിയുണ്ട്. അതല്ലേ നമ്മുടെ ഡിജിറ്റൽ യുഗം. അതുകൊണ്ട് ഓരോരുത്തരുടെയും നമ്പർ തപ്പി അവരുടെ ഫോണിലേക്ക് സർക്കാരിന്റെ കേമത്തരങ്ങൾ ഓരോന്നങ്ങയക്കാം. അതാണ് സർക്കാരിന്റെ സന്ദേശമയക്കൽ പരിപാടി. അതായത് സർക്കാർ ജീവനക്കാർ സ്പാർക്കിൽ നൽകിയ വിവരങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി ഫോൺ നമ്പർ ശേഖരിച്ച് സർക്കാരിന്റെ നേട്ടങ്ങളുടെ പ്രചാരത്തിനായി ഉപയോഗിച്ചതാണ് സംഭവം. സർക്കാരിന് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് സ്പാർക്കിൽ നിന്നും വിവരങ്ങൾ കരസ്ഥമാക്കി ഏജൻസിക്ക് നൽകിയതെന്ന് പറയപ്പെടുന്നു. ചോർത്തിയതും സന്ദേശം അയക്കാൻ നടപടിയെടുത്തതും സർക്കാരിന് പ്രിയപ്പെട്ടവരാണെന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി എത്തിയതോടെയാണ് കാര്യങ്ങൾ അവതാളത്തിലായത്. സർക്കാർ ജീവനക്കാർ, അധ്യാപകർ എന്നിവർക്ക് പുറമെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, സംരംഭകർ എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയിട്ടുള്ളത്. ഇവരുടെയൊക്കെ ഫോൺ നമ്പർ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്തിന്, എങ്ങനെ കൈമാറി എന്നതിൽ വ്യക്തതയില്ല. ജീവനക്കാരുടേത് ഉൾപ്പെടെ സന്ദേശം ലഭിച്ച ആരുടെയും സമ്മതം വാങ്ങാതെയാണ് അവരുടെ ഫോൺ നമ്പർ അടക്കമെടുത്തത് എന്ന വാദവും ഉയരുന്നുണ്ട്. ഇനി സന്ദേശം എങ്ങനെയാണ് ഒന്ന് പറയാം. കഴിഞ്ഞ ബജറ്റിൽ നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രഖ്യാപിച്ച DA, DR സർക്കാർ പൂർണ്ണമായും അനുവദിച്ചിരിക്കുന്നു. ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ അനുവദിച്ച 3% പുറമെ ബാക്കിയുള്ള 10% DA കൂടി അനുവദിച്ച് ഉത്തരവിറങ്ങി. ഇതോടെ ആകെ DA 35% വർദ്ധിപ്പിച്ചു. മാർച്ച് 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ആദ്യം വർദ്ധിപ്പിച്ച 3% DAയും ഏപ്രിൽ 1 ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ഇപ്പോൾ വർദ്ധിപ്പിച്ച 10% DAയും നിങ്ങളുടെ കൈകളിലെത്തും. സർക്കാർ ജീവനക്കാരുടെ ഭവന നിർമ്മാണ അഡ്വാൻസ് പുനഃസ്ഥാപിച്ച കാര്യവും അറിഞ്ഞിരിക്കുമല്ലോ. ഈ സന്ദേശത്തിനൊപ്പം അവകാശങ്ങൾ സംരക്ഷിക്കും എന്ന വാചകം പതിച്ച മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള കാർഡും ഉൾപ്പെട്ടിട്ടുണ്ട്. 77.42 ലക്ഷം പേരുടെ ഔദ്യോഗിക ഡാറ്റ ചോർത്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സർക്കാർ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ശേഖരിക്കുന്ന ഇത്തരം വ്യക്തിഗത വിവരങ്ങൾ മറ്റു പ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ ചട്ടം നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടാകുന്നത്. ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നാരോപിച്ച് സർക്കാരിനെതിരെ പരാതിയുമായി ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായ AHSTA രംഗത്തെത്തി. ജീവനക്കാരുടെ സ്വകാര്യ ഫോൺ നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം എത്തിയതിനെതിരെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് S മനോജ് സൈബർ സെല്ലിന്റെ ചുമതലയുള്ള ADGPക്കാണ് ഔദ്യോഗികമായി പരാതി നൽകിയത്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും മലപ്പുറം KTM കോളേജ് അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ P റഷീദ് അഹമ്മദ്, സെക്രട്ടേറിയറ്റിലെ ക്ലറിക്കൽ അസിസ്റ്റന്റായ KM അനിൽകുമാർ എന്നിവരാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ശമ്പളം, സ്ഥലം മാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്കായി സർക്കാർ ജീവനക്കാരും മറ്റും വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നതാണ് സ്പാർക്ക്. ഇതിലെ വിവരങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നാണ്. എന്നാൽ ഇതിൽ നിന്ന് ജീവനക്കാരുടെ മൊബൈൽ, ഇമെയിൽ വിവരങ്ങൾ കേരള IT മിഷൻ വഴി ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളെ കുറിച്ച് സന്ദേശം അയച്ചു എന്നാണ് ഹർജിയിൽ പറയുന്നത്. കടകളിൽ നിന്നും സാധനം വാങ്ങുമ്പോൾ നമ്മൾ നൽകുന്ന മൊബൈൽ ഫോൺ നമ്പർ വിവിധ ആവശ്യങ്ങൾക്കായി കമ്പനികൾ ഉപയോഗിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തത് 2023 ഇന്ത്യയിൽ ഡാറ്റ പരിരക്ഷയിലും ഉപഭോക്താവിന്റെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള മികച്ച കാൽവെപ്പായിരുന്നു ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം. ഈ നിയമങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെയാണ് പുതിയൊരു ഇടപാടുമായി സർക്കാരിന്റെ വരവ്. 2023 ഡിജിറ്റൽ പ്രൈവസി ആക്ടിന്റെ നഗ്നമായ ലംഘനമാണ് പിണറായി സർക്കാർ നടത്തിയത് എന്ന് നിസ്സംശയം പറയാം.
തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകളെ ചാക്കിലാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കം പുതിയതൊന്നുമല്ല. സ്വകാര്യ കമ്പനികൾ നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നുവെന്ന് അടിക്കടി ആവലാതി പൂണ്ടു നിൽക്കുന്ന മലയാളികളെ നിങ്ങൾ ആരും സ്പ്രിംഗ്ലർ വിവാദം മറന്നു കാണില്ലല്ലോ അല്ലേ? അതെ, അതും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലമായിരുന്നു. അന്ന് ജനങ്ങളെ വല വീശിപ്പിടിക്കാൻ മന്ത്രിമുഖ്യനും ശിങ്കിടിമാരും ഉപയോഗിച്ചത് സ്പ്രിംഗ്ലർ എന്ന ഒരു സ്വകാര്യ കമ്പനിയായിരുന്നു. കോവിഡിന്റെ പേര് പറഞ്ഞ് റേഷൻ കാർഡ് വഴി അന്ന് സ്വകാര്യ കമ്പനിക്ക് ചോർത്തി നൽകിയത് നമ്മുടെ ഓരോരുത്തരുടെയും വിവരങ്ങളായിരുന്നു. ഇതോടെ ഡാറ്റാ സുരക്ഷയിലും കരാറിലും ഗുരുതര വീഴ്ചയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് വിവരങ്ങൾ അജ്ഞാതമാക്കണമെന്നും ഡാറ്റ ദുരുപയോഗം ചെയ്യരുതെന്നും കർശന നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം കരാർ കാലാവധിക്ക് ശേഷം വിവരങ്ങൾ തിരികെ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. കോവിഡ് ഡാറ്റ കൈകാര്യം ചെയ്യാൻ ടെൻഡർ ഇല്ലാതെയാണ് സ്പ്രിംഗ്ലർ എന്ന വിദേശ കമ്പനിയെന്ന് സർക്കാർ തിരഞ്ഞെടുത്തത്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യത്തിൽ കോടതിയെ സമീപിച്ചത്. സംശയിക്കുന്നവർക്ക് എന്തും സംശയിക്കാം. കേരളീയനായ സ്ഥാപന ഉടമ കേരളത്തിന് വേണ്ടി സഹായം നൽകിയപ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി. സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഒന്നുമില്ല. എല്ലാ സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന് യാതൊരു ഒളിച്ചുകളിയുമില്ല. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മെച്ചപ്പെട്ട എന്ത് നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ്. അടിയന്തര പ്രവർത്തനം ആവശ്യമുള്ള ഘട്ടത്തിൽ നേരത്തെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് വാശി പിടിക്കുന്നത് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കും. ഇതൊക്കെയാണ് അന്ന് ആരോപണമുയർന്നപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അന്ന് കൊറോണ എന്നതുകൊണ്ട് മാത്രം സർക്കാർ എസ്കേപ്പായി പോയ ഒരു കേസാണിത്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ PR വർക്കിനായിരുന്നു അന്നത്തെ വിവരശേഖരണം എന്ന് മനസ്സിലാക്കാൻ മലയാളിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എന്നിട്ടും സ്പ്രിംഗ്ലർ കേസിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കാനായിരുന്നു ഗോവിന്ദൻജിയുടെ ശ്രമം. എന്നാൽ കോടതി അന്നത്തെ IT പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് വ്യക്തമാക്കിയത് പിണറായി കേട്ടില്ലെങ്കിലും ഞങ്ങൾ കേട്ടിരുന്നു. DA വിവാദത്തിലും കോടതി കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എങ്ങനെ സ്പാർക്ക് സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ ലഭിച്ചുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. പ്രഥമ ദൃഷ്ട്യാ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നതെന്നും അങ്ങനെയല്ലെങ്കിൽ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മേലാൽ ഇത്തരത്തിൽ സന്ദേശങ്ങൾ അയക്കരുത് എന്നും കോടതി പറഞ്ഞു. ജീവനക്കാരുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടി? വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ലേ എന്നും എല്ലാവർക്കും ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു എന്നും കോടതി ചോദിച്ചു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന രാഷ്ട്രീയ സിംഹങ്ങൾക്ക് പക്ഷേ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അതിനു പകരം മോദി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ ഞങ്ങൾക്ക് പ്രശ്നമെന്ന മറുചോദ്യം ചോദിക്കാനായിരുന്നു അവർ താല്പര്യപ്പെട്ടത്. എന്ത് നല്ല ഉത്തരം! മോദി സർക്കാരിനെതിരെ നിരന്തരം ശബ്ദിക്കുന്നവരാണ് മോദി ചെയ്യുന്നുണ്ടല്ലോ എന്ന താത്വിക അവലോകനവുമായി എത്തിയിരിക്കുന്നത്. ഇനി ഇതു മാത്രമല്ല, ഇതുകൊണ്ടും സർക്കാരിന്റെ PR വർക്ക് തീർന്നിട്ടില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ വേറെയും ഉദാഹരണങ്ങളുണ്ട്. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആദിവാസി കോളനികൾ സന്ദർശിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്ന വിവരവും പുറത്തു വന്നത് അടുത്തിടെയാണ്. ഇതുകൂടാതെ CM വിത്ത് മീ സിറ്റിസൺ കണക്ട് സെന്റർ എന്ന വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്നും പലർക്കും സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എന്നോടൊപ്പം പരിഹാരം ഉറപ്പാണ് എന്ന തലക്കെട്ടോടെ പൊതുജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാനുള്ള ഔദ്യോഗിക സംവിധാനം 24 മണിക്കൂറും സജ്ജമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള സന്ദേശമാണ് വരുന്നത്. 48 മണിക്കൂറിനുള്ളിൽ മറുപടി ഉറപ്പു നൽകുമെന്നും ഇതിലുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ പിണറായി 3.0 സർക്കാരിന്റെ യാത്ര PR വർക്ക് കൊണ്ട് സമ്പന്നമെന്ന് പറയാതെ വയ്യ.